അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഒന്നുകൂടെ വിളിക്കട്ടാ? പലവിധ പ്രാങ്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു കാലത്ത് ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ മെയിൻ കണ്ടന്റ് ആയിരുന്നല്ലോ ഈ പ്രാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ അവിഞ്ഞ പ്രാങ്കുകളായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. എനിക്കൊക്കെ ഈ പ്രാങ്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ പ്രാങ്ക് കോളുകളാണ്. ഈ FM-ലൊക്കെ പണ്ടുണ്ടായിരുന്ന പരിപാടി ആയിരുന്നത്. 93.5 റെഡ് FM-ലൊക്കെ ഇപ്പൊ ഇതുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഒരു കാലത്ത് ഇത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലെ. നമുക്ക് വേണ്ടപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനിയിപ്പോ FM-ലേക്കൊന്നും പോകണമെന്നില്ല. പുതിയ സിം കാർഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് പറ്റിക്കാറില്ലേ? ചില പ്രാങ്ക് കോളുകളുടെ ഒക്കെ ഓഡിയോ കേട്ട് കഴിഞ്ഞാണെങ്കിൽ ചിരിച്ചു പണ്ടാറടിക്ക് പോകും. എന്തായാലും അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു നൈസ് പരിപാടി ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അല്ലെ. പ്രാങ്ക് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വളരെ മോശം രീതിയിൽ തരം താന്നു പോയോ 1-2 പ്രാങ്ക് കോളുകൾ ഈയിടെ കേൾക്കാനിടയായി. ഈ ആർജ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നടത്തുന്ന പ്രാങ്ക് പരിപാടിയിലൂടെയാണ് സംഭവം അരങ്ങേറുന്നത്. ആർജ അഞ്ജലിയെ കുറച്ചു പേരെങ്കിലും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പണ്ട് റെഡ് FM-ലൊക്കെ ആർജ ആയിരുന്ന ആളാണ്. അപ്പൊ അവർ രണ്ടുപേരും ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് പറ്റിക്കുന്നതാണ് സംഭവം. ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കല്യാണത്തിനൊക്കെ ബ്രൈഡിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആളാണ്. എന്തായാലും വളരെ പ്രൊഫഷനായി തന്റെ സംരംഭം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര് വിളിച്ചത്. അപ്പൊ ഒട്ടും സമയം കളയാതെ ആ പ്രാങ്ക് കോളിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. 26-ന് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എല്ലായിടത്തും ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സാധാരണ കൈമുട്ട് വരാണ് ഇടാറ്. കാൽപാദത്തിൽ വേണമെങ്കിലും ഇട്ട് തരാം. ഇതൊക്കെ ചെറിയ കുട്ടിയേക്ക് വരെ അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവർ ഇങ്ങനെ ചോദിച്ചതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ബാക്കി ഉണ്ടോക്കാം. ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്തോന്നടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? പ്രാങ്ക് ആണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാമെന്നാണോ? അവർക്ക് കുണ്ടിയിൽ മൈലാഞ്ചിടണം പോലും. ഇനിയിപ്പോ നിന്റെ കുണ്ടിയിലും കൂടി ഇട്ട് തരാത്തതിന് കുറവും കൂടി ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? സംഭവം ഈ ചേച്ചിയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വേറെ ആരോ ഏൽപ്പിച്ചതാണ്. അതൊക്കെ സമ്മതിച്ച്. എന്നാലും പ്രാങ്ക് ചെയ്യുമ്പോൾ ഒരു വർക്കത്തിലൊക്കെ ചെയ്തൂടെ? ചെയ്യുന്ന പണിന്റെ ഉടായ്പാണ്. എന്നാൽ ആ ഉടായ്പിലെങ്കിലും ഒരു മാന്യത കാണിച്ചൂടെ? ആ ചേച്ചി പ്രൊഫഷണൽ ആയി കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. നിനക്കൊക്കെ വേറെ എന്തൊക്കെ തരത്തിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ തീട്ടക്കുണ്ടി കേസ് കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആ ചേച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? ആരോടാ അതൊക്കെ പറയണല്ലേ? തലച്ചോറിന് പകരം തീട്ട നിറച്ച് നടക്കുന്ന ടീമാണ്. പ്രാങ്ക് ആണ് പോലും. വെറും പുച്ഛമാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി വരാതെ കൂടി കേട്ടോക്കാം. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിൽ മെഹന്തി ഇട്ട് കൊടുക്കണം പോലും. നീ തന്നെ ടോട്ടൽ സർപ്രൈസ് അല്ല മോളെ. ഇതിനും വലിയ എന്ത് സർപ്രൈസ് കിട്ടാനാണ്? തികഞ്ഞു. ഇനി ഒന്നും വേണ്ട. അവളുടെ ഒരു കുണ്ടിയിലെ സർപ്രൈസ്. അല്ല, ഫസ്റ്റ് നൈറ്റ് തന്നെ ഫിയാൻസിന്റെ മുന്നിലോട്ട് കുണ്ടിയും പൊക്കി പിടിച്ച് പോകാനാണോ പ്ലാൻ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സംയമനം പാലിച്ചിരിക്കാണ്. ആന്റിയനെ സ്വാമി ശക്തി തരണേ. ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേറൊരു കിടിലും പരിപാടി ഞാൻ പറഞ്ഞിട്ടെ. കുറച്ച് തീട്ടം വാരി വായിലിടുക. എന്നിട്ട് അത് വായിലിട്ട് ഫിയാൻസിക്ക് ഒരു ഫ്രഞ്ച് കിസ് കൊടുക്കുക. ഇതിന് വലിയ സർപ്രൈസ് ഒന്നും അവന് ജീവിതത്തിൽ കിട്ടാൻ പോണില്ല. അല്ല പിന്നെ അല്ല, എത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഒന്നും തോന്നരുത്. ബാക്കി കേട്ടോക്കാം. അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ അല്പസമയത്ത് ഉള്ള അവരാതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇരുന്ന് ചിരിക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ ചിരി വരുന്നുണ്ടോ? എനിക്ക് അറപ്പാണോ തോന്നിയത്? ഇതിപ്പോ ഇവര് തന്നെ ചെയ്യുന്നു, ഇവരെന്നെ ചിരിക്കുന്നു. എന്തോന്നടേ, ഇതാണോ പ്രാങ്ക്? ആ ചേച്ചി ദേഷ്യം പിടിച്ച് ഫോൺ കട്ടാക്കിയിട്ട് പോയി. എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായി കാണില്ല. കുണ്ടിയിൽ മൈലാഞ്ചിട്ട് തരുമെന്നൊക്കെ. വേറെ എന്തൊക്കെ വെച്ച് പ്രാങ്ക് ചെയ്യാമായിരുന്നു? ഇവരൊക്കെ വിളിച്ച് പ്രാങ്ക് ചെയ്യാൻ ഏൽപ്പിച്ചവരെ പറഞ്ഞാൽ മതി. ഫാമിലി വ്ളോഗേഴ്സ് പോലും ഇത്രയും നിലവാരമില്ലാത്ത പ്രാങ്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ചെയ്തത് പാളിപ്പോയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ, അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നല്ല പൊങ്കാല കിട്ടിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഈ വീഡിയോ ഇവര് ഡിലീറ്റ് ആക്കി കേട്ടോ. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ അപരാധം പിടിച്ച മറ്റൊരു പ്രാങ്കും കൂടി ഇവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതും കൂടി കണ്ടോക്കാം. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പൊ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നാളെ കിട്ടുവോ?
പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ, കല്ല് പോലെ ഇരുന്നത്. ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, പരസ്പരം വാരി അറിയാൻ നീ കേക്കൊക്കെ തന്നെയല്ലേ കഴിച്ചത്? സാധനം മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ അല്ലെ? അല്ല, കിണ്ടിയുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്തും സംഭവിക്കാമല്ലോ. അതുകൊണ്ട് ചേച്ചി അയച്ചു തന്ന കേക്ക് തന്നെയാണ് നിങ്ങൾ കഴിച്ചതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ? സോപ്പോ? പതിപ്പിക്കല് മാത്രമായി കണ്ട് ചേച്ചി കുറച്ച് സോപ്പും പൊടി കലക്കിയിട്ട് ഇവരുടെ വായിലും കൂടി ഒഴിച്ചു കൊടുക്ക് ചേച്ചി, തൃപ്തി ആവട്ടെ. പിന്നെ ബാക്കി കണ്ടോക്കാം. കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ വയറിളകി കിടക്കണം. ആഹാ, ഇവിടെയും ഉണ്ടല്ലോ കുണ്ടി റെഫറൻസ്. വയറിളക്കി കിടക്കണം പോലും. വയറിളക്കി കിടന്നാണെങ്കിൽ ആർക്കാ പണി? പാവം കിണ്ടിക്ക്. കിണ്ടിന്ന് തീ വരും മക്കളെ. ഈ ഒരു വട്ടമെങ്കിലും പാവം ആ കിണ്ടീനെ വെറുതെ വിട്ടൂടെ? എന്തായാലേ, കിണ്ടി വിട്ടൊരു കടിയുമില്ല ചേച്ചിമാർക്ക്. ബാക്കി കണ്ടോക്കാം. അയ്യോ, ചേച്ചിയെ കൊണ്ടേ ഇത് പറ്റുള്ളൂ. കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണം എന്ന്. അയ്യോ എന്റെ അമ്മേ. പാവം ചേച്ചി, ഇവരെ ടൂക്കിയതാണെന്ന് പോലും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പാവം ഇരുന്ന് ചിരിക്കുകയാണ്. ഏതോ നിഷ്കളങ്കത പിടിച്ച ചേച്ചിയാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇജാദ് ഇൻസൾട്ടൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കോ? എന്തായാലും ബാക്കി കണ്ടോക്കാം. ഞാനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനെ വെള്ളം നിങ്ങൾ നല്ല വെള്ളത്തിൽ കലക്കി കൊടുക്കണമല്ലേ? അങ്ങനെയാണെങ്കിൽ അവന് സംശയം തോന്നും. കേക്കാവുമ്പോ അറിയൂല, പദം ഞങ്ങൾ ഇരുന്നോളൂല്ലോ. ആ കട്ട് ചെയ്യണ സ്ഥലത്ത് മാത്രം കുറച്ച് കലക്കിട്ട് എടുത്താൽ പോരെ, ഒരിച്ചിരി കുറച്ച് ഇട്ടാ പോരെ. അത് എങ്ങനെയാണെന്ന് ചേച്ചി ആള് കൊള്ളാലോ. അങ്ങോട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കാം. രാജസ്ഥാൻ മരുഭൂമിയിലേക്കാണല്ലോ ചേച്ചി മണല് കയറ്റി വിടാൻ നോക്കുന്നത്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ചേച്ചിക്ക് പറ്റണ പോലെ ചേച്ചി കലക്കിട്ടാ. ചേച്ചി ഇതിൽ എക്സ്പെർട്ട് ആണെന്ന് എനിക്കറിയാം. മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും. ഇത് ആര് പറഞ്ഞിട്ടാണിത്? ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് സതീഷാണ്. ചേച്ചിയുടെ അടുത്താവുമ്പോ തുറന്ന് പറയാലോ. ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ച്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളെ പ്രേമിച്ച് പറ്റിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത്. കുഞ്ഞമ്മയുടെ മോൾ ഇപ്പോഴും ഡിപ്രഷനിലാണ്. ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം. ഹലോ ചേച്ചി എന്ന് പറഞ്ഞാ ഈ ചേച്ചിയുടെ കേക്ക് കഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങരുത് അവൻ. അവൻ തൂരി 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 കിടക്കണം. ആഹാ, ഇപ്പോഴാണ് ശരിക്കും തീട്ടം അതിനെ നാഥനെ കണ്ടെത്തിയത്. എങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞു പോയാലും ചേച്ചി അവസാനം തീട്ട കേസിൽ തന്നെ കയറി പിടിക്കും. അല്ല, അത്രയ്ക്ക് ഉണ്ടല്ലോ കിണ്ടിയുമായിട്ടുള്ള ബന്ധം. ബാക്കി കണ്ടോക്കാം. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യോ? ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ അവൻ എന്തെങ്കിലും ചെയ്യണം. അവൻ വയറിളവി, അവൻ തീ വരണം. ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്? ഡ്രാഗൺ കുഞ്ഞ് അവൻ അതുപോലെ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം. ചേച്ചി ഇത് എവിടെ നിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ? ഞാൻ തനിയെ പഠിച്ചതാ. ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ. എവിടെന്നെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കഴിഞ്ഞ കേക്ക് കല്ലായി പോയി. നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കണത്, എവിടെയാണ് സ്ഥലം ഒന്ന് പറയൂ, എങ്ങോട്ടത്തേക്കാണ്? നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്ത. നാളെ നിങ്ങൾ കേക്കിൽ വേറെ എന്തെങ്കിലും കലക്കി തന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഉയിര് ഭയന്ന് വിറച്ചു പോച്ച്. എന്തോന്നടേ ഇത് പ്രാങ്ക് പരിപാടിയാണോ? അത് ആളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണോ? പ്രാങ്ക് എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലടേ. ആ ചേച്ചി ഒരു പാവമായതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം ഇരുന്ന് കേട്ട് ചിരിക്കുന്നു. വേറെ വല്ലവരുമായി നോക്കണം. അല്ല, ഈ പ്രാങ്കിന്റെ പേരും പറഞ്ഞ് വായ തോന്നിയത് എന്നും വിളിച്ചു പറയാമെന്നാണോ? ഈ പ്രാങ്കോടെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഒരു പ്രാങ്ക് രസകരമാക്കേണ്ടത് ഇങ്ങനെയല്ല. ബാക്കി കണ്ടോക്കാം. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ചെക്കോസ്ലോവാക്യ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഇത്ര മതിയോ? എന്ത് ചളയാടോ, എന്തൊരു ദുരന്താണ് നിങ്ങള്. വേരാൽ ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. മൊത്തത്തിൽ നല്ല ബോറായിട്ടുണ്ടേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇമ്മാതിരി തീട്ട കേസ് കൊണ്ട് ഇനിയെങ്കിലും വരാതിരിക്കാൻ ശ്രമിക്കാം. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.